Hi all, welcome to Kerala PSC Electronics and Communication Assistant Professor Exam Preparation. നമുക്കിവിടെ കഴിഞ്ഞ വർഷം അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ച നെറ്റ്വർക്സിലെ ഒരു ചോദ്യം നോക്കാം. ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ദ തെവനിൻ ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസ് അക്രോസ് പി ക്യു ഈസ്. നമ്മളിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് RTH ആണ്. RTH കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സർക്യൂട്ടിലുള്ള ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതായത് വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ഷോർട്ട് ചെയ്യണം, കറണ്ട് സോഴ്സിനെ ഓപ്പൺ ചെയ്യണം. ഈ സർക്യൂട്ടിൽ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഈ 10 ഞാൻ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 ഓമും ഈ ഷോർട്ടിന് പാരലായിട്ടാണ് വരുന്നത്. അതിന് നോ സിഗ്നിഫിക്കൻസ്. അപ്പം ഈ 1 ഓം ഈ സർക്യൂട്ടിൽ നിന്ന് അങ്ങ് പോകും. അത് ഞാൻ റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1 ഓം, ഈ 1 ഓം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിവിടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 ഓം ജസ്റ്റ് ഇവിടെ കണക്റ്റഡായി വരും. ഈ 1 ഓം, പിന്നെ നമുക്ക് ഇവിടെ വേറൊരു 1 ഓം, ഇവിടെ ഒരു 1 ഓം, പിന്നെ ഇതിന് പാരലായിട്ടൊരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, -3IO. അതിവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ടെർമിനൽ P, ഈ ടെർമിനൽ Q. ഇത് 1 നമ്മളോട് ഇതിന് അക്രോസുള്ള RTH ആണ് ചോദിച്ചിരിക്കുന്നത്. RTH കാണാൻ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ചെയ്യാൻ നമ്മൾ ടെസ്റ്റ് സോഴ്സ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ടെസ്റ്റ് സോഴ്സായിട്ടൊരു 1 വോൾട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. ഞാനിതാണ് എടുക്കുന്നത്, 1 വോൾട്ട്. ദെൻ ഐ ടെസ്റ്റ്. ഇതാണ് ടെസ്റ്റ് കറണ്ട്. അപ്പം RTH എന്ന് പറഞ്ഞാൽ വി ടെസ്റ്റ് ബൈ ഐ ടെസ്റ്റ് ഈക്വൽ ടു 1 വോൾട്ട് ബൈ ഐ ടെസ്റ്റ്. നമ്മളിവിടെ ഐ ടെസ്റ്റ് കണ്ടുപിടിക്കണം. ഇതുവഴി ഐ ടെസ്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതുവഴി ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് I0 ആണ്. അപ്പം ഐ ടെസ്റ്റ് ഇതുവഴി വരുന്ന ഈ ഐ ടെസ്റ്റ് തന്നെ തിരിച്ച് നമുക്ക് സോഴ്സിലും എത്തണം. അപ്പം ഇതെന്താണ്? ഇതും ഐ ടെസ്റ്റാണ്. അപ്പോൾ ഈ കറണ്ട് എന്തായിരിക്കും? ഇത് I0 മൈനസ് ഐ ടെസ്റ്റ്. നമുക്ക് ഇനി KVL അപ്ലൈ ചെയ്യാം. ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം എന്ത് വരും എന്ന് പറഞ്ഞാൽ -3I0 പ്ലസ് I0, ഈ 1 × I0, പിന്നെ ഇത് പ്ലസ് I0 മൈനസ് ഐ ടെസ്റ്റ് ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്ത് വരും? -I0 ഈക്വൽ ടു ഐ ടെസ്റ്റ് എന്ന് വരും. I0 എത്രയാണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ I0 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ 1 വോൾട്ട് ഇതിന് 1 ഓം പാരലായിട്ടാണുള്ളത്. അപ്പം I0 ഈക്വൽ ടു 1 വോൾട്ട് ബൈ 1 ഓം ഈക്വൽ ടു 1 ആംപിയർ. അപ്പോൾ നമുക്ക് ഐ ടെസ്റ്റ് എന്ത് കിട്ടും? ഐ ടെസ്റ്റ് ഈക്വൽ ടു -1 ആംപിയർ. അപ്പം RTH എന്താണ്? RTH ഈക്വൽ ടു 1 ബൈ -1 ഓം, അതായത് ഈക്വൽ ടു -1 ഓം. ഓപ്ഷൻ A ആണ് വരിക. ഇതാണ് ഇത് ചെയ്യുന്ന ഒരു മെത്തേഡ്. നിങ്ങൾക്ക് നോഡൽ അനാലിസിസ് ഉപയോഗിച്ചും ചെയ്യാം. ഈ നോഡിലൊരു വോൾട്ടേജ് VP ആണെന്ന് വിചാരിക്കുക. ഈ നോഡിലൊരു വോൾട്ടേജ് VA ആണെന്ന് കരുതുക. VA മൈനസ് VP ഈക്വൽ ടു -3IO
പിന്നെ നമുക്ക് ഈ 2 നോഡിൻ്റെതും എഴുതി ചെയ്യാൻ കഴിയും. പക്ഷേ ഇതാണ് കുറച്ച് ഈ KVL ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള മെത്തേഡ്. അതാണ് ഞാനിത് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏത് വഴിക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്.